കാർഷിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ വികസന രംഗങ്ങളിൽ പരപ്പനങ്ങാടി ഏറെ നേടിയെങ്കിലും മഹത്തായ ഇസ്ലാമിക പാരമ്പര്യമുറങ്ങുന്ന നാട്ടിൽ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ 1989 തുടക്കം കുറിച്ച വിദ്യാഭ്യാസ സമുച്ചയമാണ് തഅലീമുൽ ഇസ്ലാം കോംപ്ലക്സ്. ദഅവ കോളേജ്, അഗതി അനാഥ മന്ദിരം, ഇംഗ്ലീഷ് മലയാളം മീഡിയം സ്കൂളുകൾ, ബോർഡിംഗ് മദ്രസ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സിവിൽ സർവീസ് പ്രീ കോച്ചിംഗ് സെന്റർ തുടങ്ങിയവ ഈ വിദ്യാഗേഹത്തിലെ ചിലതു മാത്രം. സംസ്കാര സമ്പന്നരും ധർമ്മബോധമുള്ളവരുമായ വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ സൃഷ്ടിച്ച് തഅലീം ജൈത്രയാത്ര തുടരുന്നു. ഉന്നത വിദ്യ നേടിടുവാൻ വന്ന് മുന്നിലെ മിഥ്യ പാതകൾ ഒഴിയുന്ന അറിവിന്റെ കാവലാളായി തഅലീമുയർന്ന് അലിവിന്റെ താളമേകി ചിരിക്കും കുറുന്ന് ഇന്നീ തഅലീം 25 നിറവിൽ മുന്നേ സിൽവർ ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്ന സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയാണ് ജനറൽ മാനേജർ ഊരകം അബ്ദുറഹ്മാൻ സഖാഫി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 1989 തുടക്കത്തിൽ എറണാകുളത്ത് നടന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം SYSന്റെ വാർഷിക സമ്മേളനത്തിന്റെ തീരുമാനമെന്ന നിലക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം മത ഭൗതിക സമന്വയങ്ങളോടുകൂടിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പല ജില്ലകളിലും സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആ കൂട്ടത്തിലാണ് പരപ്പനങ്ങാടി തഅലീമുൽ ഇസ്ലാം എന്ന ഈ സ്ഥാപനത്തിന്റെയും തുടക്കം ഉണ്ടാകുന്നത്. പരപ്പനങ്ങാടിയിലെ പൗരപ്രധാനിയും നഹാ കുടുംബത്തിലെ കാരണവരും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് ഹാജി മുഹമ്മദ് നഹാ സാഹിബ്, എറണാകുളം വക്കീൽ എന്ന പേരിലാണ് അദ്ദേഹം മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മർഹൂം VC ആറ്റക്കോയ തങ്ങൾ മുഖേന തഅലീം നിൽക്കുന്ന ഈ സ്ഥലം ശൈഖുന കാന്തപുരം ഉസ്താദിനെ ഏൽപ്പിക്കുകയും മർക്കസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകുകയും ചെയ്തു. ആ സമയത്ത് വക്കീലവറുകൾ നിർദ്ദേശിച്ചത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന, പ്രത്യേകിച്ച് തീരദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് വളർന്നുവരുന്ന തലമുറക്ക് വിദ്യാഭ്യാസവും കരസ്ഥമാക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരുന്ന സ്ഥാപനങ്ങൾ ഈ സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാക്കണം. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് വക്കീലവറുകൾ വാക്കുകൊടുക്കുകയും അതനുസരിച്ച് ശൈഖുന കാന്തപുരം ഉസ്താദ് തഅലീം നിൽക്കുന്ന ഈ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1989 മെയ് മാസം 18-ാം തീയതി വ്യാഴാഴ്ച തഅലീമിന്റെ തുടക്കമെന്ന നിലക്ക് അന്ന് കോമ്പൗണ്ടിൽ നിലവിലുണ്ടായിരുന്ന ചെറിയ പള്ളിയിൽ ഈ വിനീതന്റെ നേതൃത്വത്തിൽ ദർസ് ആരംഭിക്കുന്നത്. ശൈഖുന കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ MM അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ദർസ് 25 വിദേശ വിദ്യാർത്ഥികളും
അത്ര തന്നെ സ്വദേശത്തുള്ളവരും പഠിതാക്കളായി അന്ന് ആ ദർസിൽ ഉണ്ടായിരുന്നു. പിന്നീട് താനാളൂർ അബ്ദു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പള്ളി വിപുലീകരിച്ചതിന്റെ ശേഷം വിപുലമായ തോതിൽ ദർസ് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ മഹനീയ കരങ്ങളാൽ 1990 ഫെബ്രുവരി 27 അനാഥ അഗതി മന്ദിരത്തിന് തറക്കല്ലിടുകയും ഉസ്താദുൽ അസാത്തീദ് ഷെയ്ഖുന O.K. സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ കട്ടില വെക്കുകയും ചെയ്ത മഹത്തായ സ്ഥാപനം 1993 മെയ് മാസത്തിൽ 11 കുട്ടികൾക്ക് പ്രവേശനം കൊടുത്ത് അനാഥ അഗതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. 1993 ജൂൺ മാസത്തിൽ തന്നെ LKGയിലേക്ക് ഏതാനും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്ത് തഅലീം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രവർത്തനവും ആരംഭിച്ചു. തഅലീം അനാഥ അഗതി മന്ദിരത്തിലെ കുട്ടികളെയും പരിസര പ്രദേശങ്ങളിലുള്ള ഏതാനും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി 1995 മാർച്ച് മാസത്തിൽ തഅലീം ഓർഫനേജ് ഹൈസ്കൂള് പ്രവർത്തനം തുടങ്ങുകയുണ്ടായി. 2005 ജൂൺ മാസത്തിലാണ് തഅലീമിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തുടക്കം കുറിച്ചത്. ഇന്ന് ഈ സ്ഥാപനം 25 വർഷം പിന്നിടുമ്പോൾ സിൽവർ ജൂബിലി നടക്കുന്ന ഈ സമയത്ത് തഅലീം എന്ന് പറയുന്ന മഹത്തായ ഈ സ്ഥാപനത്തിൽ അനാഥ അഗതി മന്ദിരം, ദഅവ കോളേജ്, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, LP, UP, ഹയർ സെക്കൻഡറി മദ്രസകൾ എന്നിവയിലായി 2000-ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടിയുള്ള അൺഎയ്ഡഡായി പ്രവർത്തിക്കുന്ന ഓർഫനേജ് ഹൈസ്കൂളിൽ നിന്ന് 14 ബാച്ചുകൾ ഇതിനകം SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. 100% വിജയത്തോടെ നല്ല മാർക്ക് വാങ്ങി പുറത്തിറങ്ങിയ വിവിധ ബാച്ചുകളിൽപ്പെട്ട വിദ്യാർത്ഥികൾ വിവിധങ്ങളായ തലങ്ങളിൽ ഉയർന്ന നിലവാരത്തിൽ എത്തിയവരും നല്ല മുദരിസുമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സംഘടനാ നേതാക്കന്മാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, അങ്ങനെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ തുടരുന്നവരുണ്ട്. LKG മുതൽ +2 വരെയുള്ള മദ്രസകളുടെ പൊതുപരീക്ഷകൾ നടക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ 1 മുതൽ തുടർച്ചയായി 5ഉം 6ഉം വരെയുള്ള റാങ്കുകൾ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അനാഥ അഗതി മന്ദിരത്തിലെ വിദ്യാർത്ഥികളും ദഅവ കോളേജിലെ വിദ്യാർത്ഥികളും അങ്ങനെ ഈ സ്ഥാപനം പരിപൂർണമായി ദത്തെടുത്ത മക്കള്, അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള പഠനം, ചികിത്സ, താമസം തുടങ്ങിയവ മുഴുവനായും ഈ സ്ഥാപനം അവർക്ക് ഫ്രീ ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 35 യതീം കുട്ടികൾ പൂർണ്ണമായി നാം ദത്തെടുത്ത് ഈ സ്ഥാപനത്തിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തുകൊടുത്ത് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ തഅലീം എന്ന് പറയുന്ന മഹത്തായ ഈ സ്ഥാപനം ഇന്ന് ഭക്ഷണം, ശമ്പളം, അതുപോലെയുള്ള കാര്യങ്ങൾ തുടങ്ങിയവക്കായി മാസാന്തം 10 ലക്ഷം രൂപയോളം ചെലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ നമ്മുടെ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് സ്ഥാപനത്തിനെ പല നിലക്കും സഹായിക്കുന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അർഹമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് സ്ഥാപനം 25ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ നിറവിലാണ്. മെയ് മാസം 12, 13, 14, 15 തീയതികളിലായി വിവിധങ്ങളായ വിഷയങ്ങളിൽ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി സമ്മേളനം നടക്കുമ്പോൾ എല്ലാ ആളുകളെയും സ്ഥാപനത്തിലേക്ക് പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുന്നു. സമ്മേളനത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട്, സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ നിലക്കും സ്ഥാപനവുമായി സഹകരിച്ച് സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കാവണമെന്ന് ഓർമ്മപ്പെടുത്തി അപേക്ഷിച്ചുകൊണ്ട്
എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമാറാവട്ടെ എന്ന ദുആയോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവരെയും സിൽവർ ജൂബിലി സമ്മേളനത്തിലേക്ക് പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുന്നു. തലീം നിറവിൽ മുന്നേറ്റം മുന്നിലിനിയുമടക്കുവാനുണ്ട് വിജയഗിരി ശൃംഗം. ഇന്നീ തലീം 25 നിറവിൽ മുന്നേറ്റം മുന്നിലിനിയുമടക്കുവാനുണ്ട് വിജയഗിരി ശൃംഗം. സമുദായ സേവനവേദി കമനീയ മകൾ നാമം.